Assalamu alaikum. Hope you all are fine. In the previous class, we discussed the analysis of poem Any Woman. In this video, we are dealing in the story Matchbox by Ashapurna Devi. Now, without wasting any time, moving on the story Matchbox. In your textbook, we can see a famous quote. There are two ways of spreading light, to be the candle or the mirror that reflects it. ഈ ഒരു കോട്ടിൽ എന്താ പറയുന്നത്? വെളിച്ചം വിതറാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ മെഴുകുതിരിയാവുക, അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്ന കണ്ണാടിയാവുക. Women should choose between being a candle or a mirror and work for their emancipation as well as that of the generation to come. സ്ത്രീകൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? മെഴുകുതിരിയാവണം, അല്ലെങ്കിൽ കണ്ണാടിയാവണം. എന്നിട്ട് അവരുടെയും വരുന്ന തലമുറയുടെയും സ്വാതന്ത്ര്യത്തിനായി എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? സ്ത്രീകൾക്ക് രണ്ട് രീതിയിൽ വെളിച്ചം പകർന്നു നൽകാൻ കഴിയും അല്ലേ? ഒന്നുകിൽ ബീയിങ് എ ക്യാൻഡിൽ, സ്വന്തമായി വെളിച്ചം ഇനിയുള്ള ജനറേഷൻസിന് എന്ത് ചെയ്യുക? കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയത് അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇനിയുള്ള ന്യൂ ജനറേഷൻ എന്ത് ചെയ്യുക? റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ആശപൂർണ ദേവിയെക്കുറിച്ച് നോക്കാം. Ashapurna Devi 1905 to 1995 is a prominent Bengali novelist and poet, widely honored with a number of prizes and awards. She was awarded the Jnanpith Award and the Padma Shri by the Government of India in 1976 and the degree of D.Litt by the universities of Jabalpur, Rabindra Bharati, Burdwan and Jadavpur. For her contribution as a novelist and short story writer, the Sahitya Academy conferred his highest honor, the fellowship, in 1994. This short story is translated from Bengali by Prasenjit Gupta, a translator and writer. അപ്പോൾ ഇവിടെ പറയുന്നത് ആശപൂർണ ദേവി ഒരു പ്രോമിനൻറ്റ് ബംഗാളി നോവലിസ്റ്റുമാണ്, അതുപോലെ തന്നെ പോയറ്റാണ്. മാത്രമല്ല ജ്ഞാനപീഠ അവാർഡ്, പത്മശ്രീ തുടങ്ങിയ പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ആശപൂർണ ദേവിക്ക്. നമ്മളിനി പഠിക്കാൻ പോകുന്ന മാച്ച് ബോക്സ് എന്ന സ്റ്റോറി ബംഗാളി റൈറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് പ്രസേൻജിത്ത് ഗുപ്തയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. As you all know, the story included in the first module. So the theme is women empowerment and emancipation. So we start the lesson Matchbox. We all know about what is Matchbox. അല്ലേ? മാച്ച് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം, എന്താണ്? തീപ്പെട്ടിയാണ്. ബട്ട് വൈ ആശപൂർണ ദേവി ഹാസ് ഗിവൺ ദ നെയിം ഫോർ ദ സ്റ്റോറി? ലെറ്റ് us see. I always compare women to matchboxes. Why? Because of the way matchboxes are, even though they have enough gunpowder to set 100 langas aflame. They sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. The first paragraph gave very clear that why she compared women to matchboxes. അല്ലേ? വുമൻസിനെ മാച്ച് ബോക്സുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ തന്നെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ കിട്ടുന്നുണ്ട്. ഐ ഓൾവേസ് കമ്പയർ വുമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ എല്ലായ്പ്പോഴും വുമൻസിനെ മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വൈ? എന്തുകൊണ്ടാണ്? Because of the way matchboxes are, even though they have enough gunpowder to set 100 lankas aflame. എന്തുകൊണ്ടാണ് ഉപമിക്കുന്നത്? ഒരു തീപ്പെട്ടിക്കകത്ത് 100 ലങ്കകളെ കത്തിക്കാനുള്ള ഒരു വെടിമരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അവ എങ്ങനെയാണ് കിടക്കുന്നത്? ദി സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. പക്ഷേ അവൾ വളരെയധികം മീക്കായിട്ടും ഇന്നസെൻ്റായിട്ടും വളരെ സാധുക്കളും നിർദോഷികളുമായിട്ട് അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. കിച്ചണിലും പാൻട്രി മീൻസ് കലവറയിലും ബെഡ്റൂമിലും ഹിയർ ദർ എനിവർ അവിടെ ഇവിടെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഉപദ്രവവും ഇല്ലാതെ കിടക്കുന്നുണ്ട്. വുമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ്, ഒരു തീപ്പെട്ടി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ മാച്ച് ബോക്സ് പോലെ തന്നെയാണ്. സ്ത്രീകളുടെ ഉള്ളിൽ എന്തുണ്ട്? അത്രയും ഒരു പവറുണ്ട്, സ്ട്രോങ് ആണ്. പക്ഷേ സ്ത്രീകളും എങ്ങനെയാണ്? വളരെ ഇന്നസെൻ്റായിട്ട് വളരെ ജെൻറ്റ്ലി എന്ത് ചെയ്യും? അവിടെ ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ലങ്ക എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ലങ്കാവതനം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഇഫ് റെഫറൻസ് ടു രാമായണ ആൻഡ് ദ സ്റ്റോറി ഓഫ് രാമ ആർമി ഓഫ് മങ്കീസ് ഹു സെറ്റ് ഫയർ ടു രാവണാസ് ലങ്ക. അപ്പോൾ രാമൻ്റെ മങ്കീസിൻ്റെ ഒരു ആർമി സൈന്യം എന്ത് ചെയ്തു? രാവണൻ്റെ ലങ്ക കത്തിച്ചു. ആ ഒരു സ്റ്റോറി രാമായണത്തിൽ ആ ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഉപമയായിട്ട് പറയുന്നുള്ളൂ.
ഇവിടെ എന്താ പറയുക, സൊസൈറ്റിയിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും കത്തിച്ച് ചാമ്പലാക്കാനുള്ളൊരു തീ, അല്ലെങ്കിൽ ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു പവർ എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ സ്ത്രീകൾ എങ്ങനെയാണ് വളരെ ജെൻറ്റിലായിട്ട്, വളരെ ഇന്നസെൻ്റായിട്ട്, അതൊന്നും പുറത്ത് കാണിക്കാതെ അവിടെ ഇവിടെയൊക്കെ വളരെ കൂളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും എന്തുണ്ട്, ഇത്തരം ഒരു തീ അല്ലെങ്കിൽ ആ ഒരു ജ്വാല എപ്പോഴും ഉള്ളിലുണ്ടാവും എന്നാണ് പറയുന്നത്. Then she goes to tell a story. You want an example? Then look carefully at that enormous 3-story house in front of us. Sunday morning, the washerman has come and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Namita goes through the pockets one last time and discovers the letter. A twisted, crumpled envelope with its mouth down, and on the envelope Namita's name. അപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നത് എവിടെയാണ്? ഒരു 3-story ഹൗസ് അല്ലേ, 3 നിലയുള്ള ഒരു എനോർമസ് ആയിട്ടുള്ള ഒരു വലിയ വീട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 നിലയുള്ള വീട് എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു വഴക്ക്, അതാണ് ഈ ഒരു സ്റ്റോറി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ലിസൺ. സൺഡേ മോർണിംഗ് ദ വാഷർമാൻ ഹാസ് കം ആൻഡ് വെയിറ്റിംഗ്. ഒരു വാഷർമാൻ ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്യണം, ഒരു വാഷർമാൻ വരെയാണ്. മൊമെൻറ്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത് ഡേർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ. ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം, അത്രയും ഒരുപാട് ഡ്രസ്സ്, അജിത്തിൻ്റെ ഡേർട്ടി ക്ലോത്ത്സ് അല്ലേ. അപ്പോൾ അജിത്താണുള്ള ക്യാരക്ടർ. അജിത്തിൻ്റെ ക്ലോത്ത്സ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമിത ഗോസ് ത്രൂ ദ പോക്കറ്റ് വൺ ലാസ്റ്റ് ടൈം ഡിസ്കവർ എ ലെറ്റർ. അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, അലക്കാൻ ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, പോക്കറ്റ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴാണൊരു ലെറ്റർ ഡിസ്കവർ ചെയ്യുന്നത്. എ ട്വിസ്റ്റഡ് crumpled envelope with a mouth torn and on the envelope നമിതാസ് നെയിം. അപ്പോൾ എങ്ങനെയാണ്, എന്താ അതിൽ കാണുന്നത്, ഒരു ലെറ്ററാണ് കണ്ടത് അല്ലേ. എങ്ങനെയാണ്, ഒരു ട്വിസ്റ്റഡായിട്ട് ചുരുണ്ടി അല്ലെ ചുരുട്ടിയിട്ട് അല്ലേ, ക്രംബിൾ ചെയ്തിട്ട് ഒരു എൻവലപ്പാണ്. നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എന്താണ്, അതിൻ്റെ മൗത്ത് ടോൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻവലപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കീറിയിട്ടുണ്ട്. അതിലെങ്ങനെയാണ്, എൻവലപ്പിൽ നമിതയുടെ നെയിമുണ്ട്. അപ്പോൾ നമിതക്ക് വന്ന ലെറ്ററാണത്. A flame goes up dark in all Namida's nerves and veins. She drops the clothes in her hand and sits on the bed and opens the letter. The first thing she looks at the date. Going by the date, the letter must have come about 3 days earlier. She turns over the envelope and matches the postmark to the date. The two bear the same witness. Yes, the letter came 3 days ago. എന്താ ഇവിടെ പറയുന്നത്, എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ നൊമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. അപ്പോൾ ദേഷ്യമൊക്കെ കൂടെ നൊമിതയുടെ നെർവ്സിലും വെയിൻസിലൊക്കെ അല്ലേ, നാടി ഞരമ്പുകളിലൊക്കെ എന്ത് ചെയ്തു, കയറി എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും ദേഷ്യം വന്നു. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ്. തുണികളൊക്കെ അവിടെ നിലത്തിട്ട് എന്ത് ചെയ്തു, അവൾ ആ ലെറ്റർ വായിക്കാൻ തുടങ്ങി. ലെറ്റർ ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ അവൾ നോട്ട് ചെയ്തത് എന്താണ്, ഷു ലുക്ക് അറ്റ് ദ ഡേറ്റ്. എന്ന് വന്നതാണ് ആ ലെറ്റർ എന്നാണ് നോക്കുന്നത്. ഗോയിങ് ബൈ ദ ഡേറ്റ്, ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം 3 days earlier. 3 ദിവസം മുമ്പ് വന്ന ലെറ്ററാണ്. ഷി ടേൺസ് ഓവർ ദ എൻവലപ്പ്. വീണ്ടും ആ എൻവലപ്പ് തുറന്നിട്ട് എന്ത് ചെയ്തു, പോസ്റ്റ് മാർക്ക് ഡേറ്റും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്തു, അത് 3 ദിവസം മുന്നേ വന്നതെന്ന് ഉറപ്പിച്ചു. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. 3 ദിവസമായി ആ ലെറ്റർ, നമിതയുടെ ലെറ്റർ വന്നിട്ട്. Ajit has opened it and read it, then crumpled it and twisted it and dropped into his pocket and left it there. Hasn't felt the need to mention it now, even once to Namita. The flame that had gone up top now burns steadily, hissing, sounding its knot on each her mind string. Because this incident is not a casual oversight, it's deliberate. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലെറ്റർ 3 ദിവസം മുൻപേ വന്ന ലെറ്റർ ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെന്ന് ആർക്ക് മനസ്സിലായി, നമിതക്ക് മനസ്സിലായി. എന്നിട്ട് വായിച്ചത് മാത്രമല്ല എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്രംബിൾ ചെയ്ത് അല്ലേ, ചുരുട്ടി ട്വിസ്റ്റ് ചെയ്തത് ചുരുട്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഹാസൻ ഫെൽറ്റ് നീഡ്സ് ടു മെൻഷൻ ഇറ്റ് വാണ്ട്സ് ടു നമിത. നമിതയുടെ ഒന്ന് ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ നമിതയുടെ ഒന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന ബോധം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. The flame that had gone up now and burned steadily, hissing sound, it's not each other her mind stream. അപ്പോൾ ഇതറിയാതെ വന്ന് തെറ്റൊന്നുമല്ല, എന്താണ്, ഇത് ഭയങ്കര ദേഷ്യം വരെയാണ് ആർക്ക്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. ഇപ്പോൾ സ്റ്റെഡലി എന്ന് പറഞ്ഞാൽ എന്താ, നിർത്താതെ, ബേൺ സ്റ്റെഡലി. അപ്പോൾ അവൾ എന്ത് ചെയ്യണം, അവൾ സ്വയം പൊട്ടിത്തെറിക്കുകയാണ്. ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പോലെയുള്ള ചീറ്റ എന്ന് പറഞ്ഞാൽ ഹിസ്സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ
അപ്പോൾ അത്രയും ദേഷ്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റെഡ്ലി ബോൺ സ്റ്റെഡ്ലി ഹിസ്സിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹെർ മൈൻഡ് സ്ട്രിങ്, എന്താണ് സ്ട്രിങ് കമ്പികൾ, അവളുടെ മനസ്സ് മുഴുവൻ എന്താണ് ആ ദേഷ്യം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് കാരണം എന്താണ്, ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓപ്പോസിറ്റ്, ഇതെന്താ സാധാരണ നടത്തുന്ന ഒരു കാര്യമല്ല, ഇറ്റ്സ് ഡെലിബ്രേറ്റ്, മനഃപൂർവ്വം നടന്ന ഒരു കാര്യമാണ്. Then turn to next page. Ajit's nature is exactly like that. Somehow he's gained possession of the key to the letterbox, wishing it through the gaps among the 52 hands of this joint family. And whenever there is a letter with Nomida's name on the envelope, he opens and reads first, and only then does he give it to her. It's possible that of times he doesn't give it to her at all. At least that's a suspicion that has taken deep root in Nomida's mind. Even though to this day Ajit cannot truthfully make a claim to his being able to discover any letter to be slightest degree of suspicious, still this ugly habit of this won't go. ഇവിടെ എന്താ പറയുന്നത്, അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്ത് എങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഈ സ്വഭാവം തന്നെയാണ്. ആൻഡ് അജിത്തും നമിതയും താമസിക്കുന്ന ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അവിടെ 52 ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ 52 കൈകൾ എന്ന് പറയുമ്പോൾ എന്താണ് 26 അംഗങ്ങളുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് അജിത്തും നമിതയും താമസിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലെ ഒരു ലെറ്റർ ബോക്സിൻ്റെ കീൻ്റെ പൊസിഷൻ, അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലാണ്, എങ്ങനെയോ അത് അജിത്തിൻ്റെ കയ്യിലായിട്ട് ഉണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ലെറ്റർ നമിതയുടെ പേരിൽ വരികയാണെന്നുണ്ടെങ്കിലും അത് ആദ്യമായിട്ട് തുറന്ന് അത് ഓപ്പൺ ചെയ്തത്, അതുപോലെ തന്നെ അത് റീഡ് ചെയ്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് നമിതയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് വായിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അശ്രദ്ധയോട് കൂടി എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ ഇടും, അതല്ലെങ്കിൽ അത് കൊടുക്കുകയൊന്നും ചെയ്യാറില്ല. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്ത് ഡെലിബ്രേറ്റ് ആയിട്ട് ഇത് ചെയ്തതാണെന്ന് പറയാൻ കാരണം. അങ്ങനെയാണ് എന്ത് നമിതയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം, അത് ഡീപ്പ് റൂട്ടായിട്ട് കിടക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഒരു സസ്പീഷ്യസ് ആയിട്ട് സംശയത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം നമിതയുടെ മനസ്സിൽ കിടക്കുന്നത്. കാരണം ഡെലിബ്രേറ്റ് ആയിട്ട് ചെയ്തത് തന്നെയാണെന്ന് പറയാൻ കാരണം എന്താണ്, അവൾക്ക് ആ ഒരു എൻവലപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. Even though to this day Ajit cannot truthfully make a claim to being able to discover any letter slightest degree of suspicious, ഇതുവരെ സംശയാത്മകമായിട്ട് ഒരു ലെറ്റർ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ അജിത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ദ അഗ്ലി ഹാബിറ്റ് ഡസൻറ്റ് ഗോ. എന്താണ് ഈ ഒരു അഗ്ലി ഹാബിറ്റ്, ഈ ഒരു ചീത്ത ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ചീത്ത സ്വഭാവം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അജിത്തിൻ്റെ ഈ ഒരു ചീത്ത സ്വഭാവം ഒരിക്കലും മാറിയിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല. Not with Nomida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. If she mentions it, first she tries to laugh it away, and if laughter doesn't get him out of deep water, he scolds her. She sits perfectly still for a minute and reads the letter through. It is nothing much, a letter from Nomida's mother. ഇവിടെ എന്താണ് പറയുന്നത്, ഈ ഒരു അജിത്തിൻ്റെ ക്യാരക്ടർ മാറ്റാൻ വേണ്ടി അവൾ പല വഴികളും നോക്കുന്നുണ്ട്. Not with her taking offense, not with bitter reproaches, trying to shame him, sarcasm, not with anything. അല്ലേ, അപ്പോൾ ഒഫൻസ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് എതിർത്ത് പറയാനും പരിഭവം കാണിക്കാനും ദേഷ്യം കാണിക്കാനും നാണം കെടുത്താനും അതുപോലെ തന്നെ സർക്കാസം കുത്തുവാക്കുകൾ പറയാനൊക്കെ എന്ത് ചെയ്തു, ശ്രമിച്ചു. പക്ഷേ ഇതെല്ലാം പറഞ്ഞപ്പോഴും ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, ഇതൊക്കെ മെൻഷൻ ചെയ്യുമ്പോഴെന്താണ് ഹീ ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, അയാൾ എന്ത് ചെയ്യും, ഇതെല്ലാം വെറുതെ എന്ത് ചെയ്യും, ചിരിച്ചുകൊണ്ട് തള്ളിക്കളയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, സ്കോൾഡ് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ചീത്ത പറയുകയൊക്കെ ചെയ്യും. ആൻഡ് ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് റീഡ്സ് ലെറ്റർ ത്രൂ. എന്ത് ചെയ്തു, അവൾ അങ്ങനെ കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ആ ലെറ്റർ വായിക്കാൻ തുടങ്ങണം. ഇറ്റ്സ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ. ഇത് വേറെ ആരും അയച്ചതൊന്നുമല്ല, ആരാണ്, നോമിതയുടെ അമ്മ അയച്ച ലെറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നോമിത അമ്മയുടെ ലെറ്റർ വായിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. വാട്ട് ഈസ് ഇൻസൈഡ് ദറ്റ് ലെറ്റർ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്, ലെറ്റ് us discuss closely in next class. Okay, assalamu alaikum. ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോ